അതാണ് ഓഫ് കോഴ്സ്. അന്ന് എന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് തരുന്ന ആ ഒരു സ്ക്രിപ്റ്റ് നോക്കി വായിക്കുകയാണ് ഞാൻ കയറുമ്പോൾ ദൂരദർശനിലാക്കുന്നത്. വെറുതെ ഇങ്ങനെ പ്രിന്റ് ഇട്ട് ഒരു പേപ്പർ കൈ തരും, അതിനകത്ത് കുറച്ച് പേന വെച്ച് കുറച്ച് കറക്ഷൻസ് ഉണ്ടാവും, അത് നോക്കി വായിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ടെലിപ്രോംപ്റ്റർ എന്ന് പറഞ്ഞാൽ മുകളിലൊരു ക്യാമറ വരും, അത് ഈ പേപ്പർ ഉള്ള സാധനങ്ങൾ എടുത്തിട്ട് പ്രോംപ്റ്ററിലേക്ക് വരും, ഒരു മുമ്പിലത്തെ ഒരു സ്ക്രീനിലേക്ക് വരും, അത് നോക്കി വായിക്കാനായി. പിന്നെ പക്ഷെ അന്ന് നമ്മൾ പേപ്പർ ഇങ്ങനെ പാൻ ചെയ്യണം, എങ്കിലേ അത് മുഴുവൻ ആ ക്യാമറയിൽ കിട്ടുള്ളൂ. ക്യാമറയുടെ ഫുൾ ഇതിൽ കിട്ടില്ല, ഈ ഫുൾ പേപ്പർ പേന വെച്ച് എഴുതിയത് അതിനകത്ത് തെളിയില്ല. അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ തിങ്സ് ഗോട്ട് സോ ഈസി. ഇപ്പം ഇപ്പം ഞാൻ ഇരുന്ന് അവിടെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ പോലും ഇറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഓൺ ദ സ്ക്രീൻ. അപ്പോൾ അതൊരു ചേഞ്ച് എന്ന് പറയുന്നത് റെവല്യൂഷണറി ചേഞ്ചസ് അല്ലേ എല്ലാം. പിന്നെ അന്നൊക്കെ വെറും വിഷ്വൽ എവിടുന്നെങ്കിലും ഒക്കെ വന്നത് അത് KSRTC ബസ്സിലൊക്കെയാണ്. ദൂരദർശനിൽ പോലും അങ്ങനെയായിരുന്നു വരുന്നത്. ഇവിടെയും ഞാൻ കയറിയ സമയത്തല്ല, അതിന് കുറച്ച് മുമ്പ് ഒക്കെ KSRTC ബസ്സിൽ കയറ്റിവിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അതൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് ഈ ഫീഡ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഫീഡ് ചെയ്താൽ ലൈവായിട്ടല്ല, അപ്പോഴും റെക്കോർഡഡ് സാധനം, അതൊരു ഇറ്റ് വിൽ ടേക്ക് സം ടൈം, ഡിപ്പെൻസ്. അങ്ങനെ ഇപ്പം ലൈവ് ഓൺ ദ സ്പോട്ടായി. എവിടെ പോയാലും ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും ഒരു ലാപ്ടോപ്പ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബാക്ക് പാക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ റെവല്യൂഷണറി ചേഞ്ചസ് അല്ലേ, നല്ലത് തന്നെയാണ്. ശരി, ഇരുന്ന് വായിക്കുന്നതാണോ നിന്ന് വായിക്കുന്നതാണോ ഇഷ്ടം? അത് കുഴപ്പമില്ല, ഏതായാലും. ഇരുന്ന് വായിക്കുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ റിസ്ട്രിക്റ്റഡ് ആവും, മൂവ്മെന്റ്സ് കുറച്ച് റിസ്ട്രിക്റ്റഡ് ആവും. നിന്ന് വായിക്കുമ്പോൾ കുറച്ചുകൂടെ ഫ്രീ ആവും. അതുപോലെ തന്നെ വാർത്തകളുടെ ഒരു മൂല്യം, പണ്ടൊക്കെ എന്ന് പറയുന്ന വാർത്തകൾ, ഇപ്പൊ വരുന്ന വാർത്തകളെല്ലാം എന്ത് ചെയ്താലും കുറെ വാർത്തകളുടെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതിന്റെ ഒരു വാല്യൂവിനൊരു വ്യത്യാസം വന്നായിട്ട് മാമിന് തോന്നുന്നുണ്ടോ? പണ്ടത്തെ അത്ര നല്ല വാർത്തകളാണോ ഇപ്പൊ വായിക്കുന്നത്? അങ്ങനെ ഒരു സംഭവം. വാല്യൂസ് എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ കേട്ടിട്ടുള്ളത്, അതിന്റെ വ്യത്യാസം എനിക്ക് തോന്നുന്നത് ഇടയ്ക്ക് മീഡിയം ആയിട്ട് നിൽക്കുന്ന ഈ മീഡിയയുടെ വ്യത്യാസം കൂടാണ്. അന്ന് സർക്കാർ ചാനലായിരുന്നു ദൂരദർശൻ എന്ന് പറയുന്നത്. ദൂരദർശനിൽ റിസ്ട്രിക്ഷൻസ് ഒരുപാടാണ്. വെച്ചാൽ ഭരിക്കുന്ന സർക്കാരിന് എഗൻസ്റ്റ് ആയിട്ട് പറയുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു ഗവൺമെന്റ് കൺട്രോൾഡ് ഒരു ഇതായതുകൊണ്ട് ത്രൂ അവർ മാത്രമേ ഉള്ളൂ വാർത്തകൾ പുറത്തു വരുന്നത്. വിവാദങ്ങളൊക്കെ പറഞ്ഞു പോകാമെന്നല്ലാതെ അതിനകത്തൊരു എടുത്തിട്ട് ഇപ്പം പറയുന്ന പോലെ എടുത്തിട്ട് സെൻസേഷൻ ആക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പം പക്ഷെ അങ്ങനെയല്ലല്ലോ. ഇപ്പം ഓരോ ഇൻഡിവിജ്വൽസിന്റെ ഓരോ ഓർഗനൈസേഷൻസിന്റെ ഒക്കെ കയ്യിലല്ലേ. അപ്പം എന്ത് വേണമെങ്കിലും എന്ത് കിട്ടിയാലും അതിന് എവിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഗോ ഓൺ എയർ. അത് നല്ലത് എന്ന് പറയാം. അല്ല, അത് നല്ലതാണ് ഓഫ്കോഴ്സ്. അതുകൊണ്ടാണ് ആൾക്കാർ പല കാര്യങ്ങളും അറിയുന്നത്. പിന്നെ നല്ല വാർത്തകൾ മാത്രമല്ല ഇപ്പൊ വരുന്നത്. അതുകൊണ്ട് തന്നെ ഓഫ്കോഴ്സ് നെഗറ്റീവ് ആയിട്ടുള്ളത് ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. ചർച്ചകൾക്കൊന്നും മാം അധികം കണ്ടിട്ടില്ല. എല്ലാരും ചോദിക്കാനൊക്കെ പറഞ്ഞു പൊളിറ്റിക്കൽ ചർച്ചകള്, റീജിയണൽ പൊളിറ്റിക്കൽ ചർച്ചകള് എനിക്ക് പറ്റില്ല. എനിക്ക് അത്രയും അഗ്രസീവ് ആവും. നമ്മൾ കുറച്ച് അഗ്രസീവ് ആവണം. ഒരു അറ്റാക്ക് മോഡ് വേണം. എന്ന് വെച്ചാൽ ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ ചുഴിഞ്ഞെടുക്കാനുള്ള, ഇങ്ങനെ പ്രോബ് ചെയ്ത് ഇങ്ങനെ എടുക്കാനുള്ള എനിക്കത് പറ്റില്ല. അതെൻ്റെ നേച്ചറല്ല.